ജീവിതത്തിലേക്ക് ഭൂതക്കണ്ണാടി വെച്ച് നോക്കുന്ന പാപ്പരാസികളുടെ ഏറ്റവും പുതിയ കണ്ടെത്തൽ നയൻതാരയുടെയും വിഘ്നേഷ് ശിവന്റെയും വിവാഹമോചനമായിരുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ വാർത്ത സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചരിക്കുന്നുണ്ട്. കഴിഞ്ഞ ശനിയാഴ്ച രാത്രി നയൻതാരയുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ സംഭവിച്ച ചില മാറ്റങ്ങളും പോസ്റ്റുകളും ഒക്കെയാണ് വാർത്ത ഇത്രയും ശക്തമായി പ്രചരിക്കാൻ കാരണമായത്. ആദ്യം വന്നത് നയൻതാരയുടെ ഒരു ഇൻസ്റ്റാഗ്രാം സ്റ്റോറി ആയിരുന്നു. കണ്ണുകൾ ഈറനണിഞ്ഞാലും എനിക്കത് കിട്ടിയെന്ന് അവൾ പറയും. ഇങ്ങനെയായിരുന്നു ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിൽ പറഞ്ഞത്. അതിൽ കിട്ടിയെന്ന വാക്കിനെ കോട്ട് ചെയ്യുക കൂടി ചെയ്തതോടെ പലർക്കും സംശയമായി. ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഇഴകീറി പരിശോധിച്ചവർ വിഘ്നേഷ് ശിവനെ നയൻസ് അൺഫോളോ ചെയ്തിരിക്കുന്നതായി കണ്ടുപിടിക്കുകയും ചെയ്തു. ഇതോടെയാണ് വിവാഹമോചന വാർത്തകൾ ശക്തമായി സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കാൻ തുടങ്ങിയത്. നയൻതാര വിക്കിയെ അൺഫോളോ ചെയ്തു, വിവാഹമോചനത്തിന്റെ സൂചന എന്ന് പറഞ്ഞുകൊണ്ടാണ് വാർത്തകൾ തുടക്കത്തിൽ വന്നത്. വാർത്ത പ്രചരിച്ച് മണിക്കൂറുകൾ കഴിഞ്ഞപ്പോഴാണ് സത്യത്തിൽ അങ്ങനെ അൺഫോളോ ആയ കാര്യം നയൻതാര അറിയുന്നതെന്നും ഉടനെ തന്നെ തിരിച്ച് ഫോളോ ചെയ്യാൻ തുടങ്ങിയ സമയത്ത് ചെറിയ സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്നുമുള്ള വിവരങ്ങൾ പിന്നാലെ പുറത്തു വരികയും ചെയ്തു. തുടർന്ന് വിഘ്നേഷ് ശിവൻ ഒരു പോസ്റ്റ് കൂടി പങ്കുവച്ചതോടെ വന്നതിലും വേഗത്തിൽ വ്യാജ വാർത്തകൾ ഇല്ലാതെയായി. നയൻസ് തന്റെ ബിസിനസ് സംരംഭത്തിന്റെ പുതിയ നേട്ടത്തെക്കുറിച്ച് ഒരു പോസ്റ്റ് ഇട്ടതാണ്. അല്ലാതെ തങ്ങൾക്കിടയിൽ ഒന്നും സംഭവിച്ചിട്ടില്ല എന്നാണ് വിഘ്നേഷ് ശിവൻ വ്യക്തമാക്കിയിട്ടുള്ളത്. മുമ്പ് വിഘ്നേഷ് ശിവനുമായുള്ള നയൻതാരയുടെ വിവാഹം കഴിഞ്ഞ സമയത്ത് തമിഴിൽ ഏറ്റവും ശക്തമായി പ്രചരിച്ച ഒരു വാർത്തയായിരുന്നു ഈ ബന്ധം അധികകാലം നീണ്ടു നിൽക്കില്ല എന്നത്. വിവാഹത്തോടെ നയൻതാരയുടെ കരിയറിൽ കഷ്ടകാലമായിരിക്കും, ബന്ധം വേർപിരിയും എന്നൊക്കെ ഒരു ജോത്സ്യന്റെ പ്രവചനവും ഉണ്ടായിരുന്നു. എന്നാൽ സന്തോഷകരമായ ജീവിതത്തിലൂടെ ഇത്തരം പ്രവചനങ്ങൾക്കൊക്കെ നയൻസും വിഘ്നേഷും ഫുൾ സ്റ്റോപ്പ് ഇടുകയായിരുന്നു. അതിനിടെയാണ് വിവാഹമോചന വാർത്തകൾ കൂടി ഇവർ പോലും അറിയാതെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. വിവാദങ്ങൾ നയൻതാരയെ വിട്ട് അകലുന്നേയില്ല എന്നതിന്റെ തെളിവായിരുന്നു വിവാഹവും കുട്ടികളുടെ ജനനവും ഒക്കെ. വിവാഹം ബിസിനസ്സാക്കി കോടികൾക്ക് വിവാഹ വീഡിയോ വിറ്റു, സൗന്ദര്യം പോകുമെന്ന് പേടിച്ച് സറോഗസിയിലൂടെ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകി എന്നിങ്ങനെ നിരവധി വിവാദങ്ങളും ഗോസിപ്പുകളും എന്നും നയൻസിനെ പിന്തുടർന്നിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും തന്നെ ബാധിക്കില്ലെന്ന് മുൻപേ തന്നെ നയൻതാര വ്യക്തമാക്കിയിട്ടുമുണ്ട്. തന്നോട് ചോദിക്കാതെ പലതും എഴുതിവിടുന്ന ശീലം പണ്ട് മുതലേ മാധ്യമങ്ങൾക്കുണ്ടെന്നും പക്ഷെ അതിനൊന്നും താൻ മറുപടി കൊടുക്കാൻ തയ്യാറാകില്ല എന്നുമാണ് നയൻസ് മുമ്പ് പറഞ്ഞിട്ടുള്ളത്. 10 വർഷത്തെ പ്രണയത്തിനൊടുവിലാണ് വിഘ്നേഷും നയൻസും വിവാഹിതരായത്. മാസങ്ങൾക്ക് പിന്നാലെ ഇരട്ട കുട്ടികളുടെ പേരൻസുമായി. ഉയിർ ഉലഗ് എന്നിങ്ങനെയാണ് മക്കളുടെ പേര്. അഭിനയവും ബിസിനസ്സും ഒരുമിച്ച് കൊണ്ടുപോകുന്ന നയൻതാരയുടെ ആസ്തി വിവരങ്ങളും മുൻപ് പുറത്തു വന്നിട്ടുണ്ട്. 200 കോടി രൂപയാണ് 2023 കണക്കുകൾ പ്രകാരം നയൻതാരയുടെ ആസ്തി. സ്വകാര്യ ജെറ്റ് വിമാനം സ്വന്തമാക്കിയ നടിമാരിൽ ഒരാൾ കൂടിയാണ് നയൻതാര. BMW 5S സീരീസ്, മെഴ്സിഡസ് GLS 350D, ഫോർഡ് എൻഡോവർ, BMW 7 സീരീസ്, ഇന്നോവ ക്രിസ്റ്റ തുടങ്ങിയ വാഹനങ്ങളും നയൻതാരയുടെ ഉടമസ്ഥതയിലുണ്ട്. അഭിനയവും ബിസിനസ്സുമായി നയൻസ് തിരക്കിലാകുമ്പോൾ വിഘ്നേഷ് ശിവൻ തന്റെ പുതിയ സിനിമകളുടെ ജോലികളിൽ കൂടിയാണ്. സംവിധായകനും നടനുമായ പ്രദീപ് രംഗനാഥനാണ് അദ്ദേഹത്തിന്റെ ചിത്രത്തിൽ ഇനി നായകനായി എത്താൻ പോകുന്നത്. ഈ ചിത്രത്തിൽ നയൻതാരയും പ്രധാന വേഷം അവതരിപ്പിക്കുന്നുണ്ട്. മുൻപ് അജിത്തിന്റെ പുതിയ സിനിമ വിഘ്നേഷ് ശിവനായിരുന്നു സംവിധാനം ചെയ്യേണ്ടി വന്നതെങ്കിലും പിന്നീട് ആ പ്രൊജക്ട് നടക്കാതെ പോവുകയായിരുന്നു.